നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന പ്രഥമ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകമാകുന്നു. ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ യുദ്ധത്തിന് പുറപ്പെട്ട് തൻ്റെ ബാന്ധവ്യങ്ങളെ കാണുമ്പോൾ അർജുനനുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്ദേഹങ്ങളുമാണ്. ആദ്യം നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. തസ്മാന്നാർഹാ വയം ഹന്തും ധർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തസ്മാത് ന അർഹാഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തസ്മാത് വയം സ്വബാന്ധവാൻ ധാർത്തരാഷ്ട്രാൻ ഹന്തും ന അർഹാഹ. ഹേ മാധവ, ഹി സ്വജനം ഹത്വാ കഥം സുഖിനഃ സ്യാമ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ വീണ്ടും ഞാൻ സൂചിപ്പിച്ചു, അർജുനൻ്റെ സന്ദേഹങ്ങളാണ്, സംശയങ്ങളാണ്. ഇതികർത്തവ്യത മൂഢനാണ് അർജുനൻ. താൻ തൻ്റെ രഥത്തിൽ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണനോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ ആ പരമമായ അവസ്ഥയിലൂടെ പോകുന്ന ശ്ലോകമാണ് ഈ 37ാമത്തെ ശ്ലോകവും. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്, ശ്രദ്ധിക്കുക. ഇതെല്ലാം കൊണ്ട് തന്നെ വധാർഹരാണ്, ആദദായികളാണ് ധൃതരാഷ്ട്രർ. എങ്കിലും അവരെ ഞങ്ങളുടെ ബന്ധുക്കളായ ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലുവാൻ ഞങ്ങൾ അർഹരല്ല, ഞങ്ങളവരെ വധിക്കാൻ പാടില്ല എന്നർത്ഥം. അല്ലയോ മാധവ, എന്തുകൊണ്ടെന്നാൽ സ്വജനത്തെ വധിച്ചതിന് ശേഷം എങ്ങനെ സുഖികളായി സ്വസ്ഥരായി ഇരിക്കുവാൻ കഴിയും? ആ രാജ്യം ലഭിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമസ്തേ.